ഹായ് ഓൾ, എല്ലാവർക്കും ജീക്സ് PSC അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നല്ലി നാം എന്ന പാഠഭാഗമാണ്. നോക്കാം. എൻ്റെ പൂർവികർ നിർഭാഗ്യവാന്മാരായിരുന്നു, പക്ഷേ ഞങ്ങൾ എന്നും അധ്വാനികളാണ്, മറ്റുള്ളവരെ വിശ്വസിക്കുന്നവരാണ്. 100% മലയുടെ മക്കൾ, മലയുടെ അരജന്മാർ. ഞങ്ങളെ അപരിഷ്കൃതരെന്ന് വിളിച്ചത് മറ്റുള്ളവരാണ്. പരിഷ്കാരം അങ്ങനെയാണല്ലോ. മലയോരത്ത് വീട് കെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിക്കുന്നവന് സുന്ദരമായ ഉടയാടകളില്ലായിരിക്കാം, മനം മയക്കുന്ന ചതി നിറഞ്ഞ വാചകശൈലി ഇല്ലായിരിക്കാം. എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല ജീവിത സമ്പ്രദായങ്ങളുണ്ട്. അപ്പം നാരായണൻ എന്നാൾ കൊച്ചേരത്തിയിൽ എന്ന പാഠഭാഗത്ത് എഴുതിയതാണ്. എന്നാൽ ഇതിലെഴുതിയത് കുറേ പാഠമൊക്കെ കൊടുത്തേക്കുന്നുണ്ടോ. പണിയെടുക്കുന്നു, മലയോരത്ത് വീടൊക്കെ കെട്ടി താമസിക്കുന്ന വഴിയുമില്ല, ഇങ്ങനെ കാണിച്ചേക്കും. ഇവിടെ ചോദ്യം ചോദിച്ചേക്കുവാണ്: പുറമോടികളാണ് ഒരു പരിഷ്കൃത സമൂഹത്തെ നിർണ്ണയിക്കുന്നത്. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ചർച്ച ചെയ്യുക. അല്ലേ, നമുക്കറിയാമല്ലേ, പുറമോടികളാണ് ഒരു പരിഷ്കൃത സമൂഹത്തെ നിർണ്ണയിക്കുന്നത്. അപ്പം ഈ മലയുടെ അരജന്മാരാണ് ഇവർ. പരിഷ്കാരം എന്ന് പറഞ്ഞാൽ ഇപ്പം മലയോരത്തൊക്കെ വീട് കെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്കിയൊക്കെ ജീവിക്കുന്നതിന് നല്ല വസ്ത്രങ്ങൾ ചിലപ്പോൾ ഇല്ലായിരിക്കും. അവർ അധ്വാനിക്കുന്നവരായിരിക്കും, ജോലി ചെയ്യുന്നവരായിരിക്കും. അവർ അന്നേരം വലിയ വലിയ മണിമാളിക വീടുകൾ കെട്ടി നല്ല കോസ്റ്റ്ലി വസ്ത്രങ്ങളൊന്നും ധരിക്കുന്നില്ലായിരിക്കും. പക്ഷേ അവരെ എല്ലാം ഒരു പരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരായിട്ട് കാണുന്നില്ല. ഭയങ്കര ദരിദ്രരും, അവർക്കൊരു പരിഷ്കാരവും ഇല്ലെന്നാണ് നമ്മുടെ സമൂഹം പറയുന്നത്. പക്ഷേ വലിയ പരിഷ്കാരമുള്ളവരെന്ന് പറഞ്ഞ ആൾക്കാർ പറഞ്ഞാൽ അവൾ വലിയ പരിഷ്കാരിയാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നല്ല വലിയ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ, വലിയ കൂറ്റൻ മാളികളൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ജീവിക്കുന്നവരെയാണ് നമ്മുടെ ഇപ്പം വലിയ പരിഷ്കാരമുള്ളവർ, ഫാഷൻ കാണിക്കുന്നവരെയൊക്കെ ആയിരിക്കും ഉള്ളവർ പറയുന്നത്. പക്ഷേ ഈ ഇങ്ങനെ മലയോരത്തൊക്കെ വീട് കെട്ടി മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിക്കുന്നവന് അവർക്ക് അവരുടേതായ നല്ല ഒരു ജീവിത ശൈലി കാണാം. അതായത് അവർ ഒരു ചതി നിറഞ്ഞ പാചക ശൈലിയില്ല. അതായത് എന്താണെന്ന് പറഞ്ഞാൽ അവരാരെ പറ്റിക്കാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ പരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരെ ചിലപ്പം വാക്കുകൾ കൊണ്ടാണെങ്കിലും ഓരോ കള്ളത്തരങ്ങളും പറഞ്ഞ ആൾക്കാരെയൊക്കെ പറ്റിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നത് അങ്ങനെ അപരിഷ്കൃതരല്ലാത്ത ഈ മലയുടെ അരജന്മാർക്ക്, മലയുടെ മക്കൾക്ക്, അവർക്കൊക്കെ അവരുടേതായ നല്ലൊരു ജീവിത സമ്പ്രദായങ്ങളുണ്ടെന്നാണ് കവി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് അല്ലേ, നമുക്കത് മനസ്സിലാവും. അതുതന്നെയാണ് നമ്മുടെ ഒരു നിഗമനവും. പുറമോടികളാണ് ഒരു പരിഷ്കൃത സമൂഹത്തെ നിർണ്ണയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇവിടെ കവി പറയുന്ന ഇതിനോട് നമ്മൾ യോജിക്കുന്നു, അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നിരീക്ഷണവും അതുതന്നെയാണ്. അത്രയേ ഉള്ളൂ. ഇവിടെ അതിനെക്കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത് മനസ്സിലായല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്കും അറിയാവുന്നത്, അല്ലേ, നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ. അപ്പം അത്ര എഴുതിയാൽ മതി. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം ഒരു കവിത കിട്ടിയിട്ട് പരീക്ഷയിലൊക്കെ നമ്മൾ അറിയുകയും കേൾക്കുകയില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ വായിച്ചിട്ടില്ലാത്ത കവിതകളൊക്കെ തന്നിട്ട് ആശയം എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാം? ആ കവിത ആദ്യം ഒന്ന് വായിക്കണം. ഒരു റൗണ്ട് കൂടി ഒന്ന് വായിക്കണം. 2 റൗണ്ട് അങ്ങ് വായിച്ച് കഴിഞ്ഞാൽ 3ാമത്തെ റൗണ്ട് പതുക്കെ വായിക്കുമ്പോൾ നമുക്ക് ആ വരികളിൽ നിന്ന് ചെറിയ ആശയങ്ങൾ മനസ്സിലാവും. അതങ്ങോട്ട് നമ്മൾ എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നല്ലതായിട്ടൊക്കെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.